ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമായിട്ട് ഇന്ന് ഞങ്ങൾ ലാസ്റ്റ് വർക്കാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു അടിപൊളി ഹാപ്പി ഓണം. അപ്പോൾ ഇത് ഞങ്ങൾ സൈറ്റിലെ ഒരു കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഒരു കിച്ചൺ പ്ലാസ്റ്റർ ചെയ്യാനാണ് ഇന്ന് പോകുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ വർക്ക് നിർത്തുകയാണ്. കാരണം ഇനിയിപ്പം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട്, അതായത് ബുധനാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വർക്ക് വയ്ക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ലാസ്റ്റത്തെ വർക്കാണ്. അപ്പോൾ നമ്മളിന്ന് മാക്സിമം ഈ ഒരു കിച്ചൺ എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി രാവിലെ ഞങ്ങൾ ചാരമെല്ലാം സെറ്റ് ചെയ്തു. അപ്പം സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സിമൻറ്റ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 4 ചുറ്റി മണ്ണിന് 1 ഇട്ടി സിമൻറ്റ്, ആ കണക്കിലാണ് ഞങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. സീലിംഗ് 4-1. അപ്പോൾ പല ആൾക്കാരും എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് 4-1 5-1, 6-1 പറയുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ആ ഒരു രീതിയാണ്. പക്ഷേ സീലിംഗ് എപ്പോഴും ചെയ്യുമ്പോൾ 4-1 ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ചും കൂടി പവർ ബലവും അതാണ് സ്ട്രോങ്. മറ്റേത് 6-1 ഇട്ട് സീലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 4-1 ഇട്ട് ഞങ്ങൾ ചെയ്യുന്നത്. ഭിത്തി ചുമര് കടിക്കാൻ നമ്മൾ 5-1 ഇടും. അതിനും ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 5-1 6-1 ഇടുന്നതെന്ന്. അപ്പം 6-1 ഇട്ടാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ 6-1 എടുത്ത് ചെയ്ത് പ്ലാസ്റ്ററിങ് ചെയ്ത് കുറച്ച് ദിവസം നല്ല രീതിയിൽ നനച്ചൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ആണി അടിച്ച് നോക്കണം. ആണി അടിച്ച് നോക്കുമ്പോൾ അറിയാം 6-1 ഇട്ടതിൻ്റെ ഗുണവും 5-1 ഇട്ടതിൻ്റെ ഗുണവും അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും പറയുന്നില്ല, നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിലിടുന്ന വീഡിയോകളെല്ലാം കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ ഞാൻ അടുപ്പിച്ച് കുറച്ച് ദിവസം കൊണ്ട് പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്ക് വീഡിയോ ആണ് ഇടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സൈറ്റിൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 3-4 സൈറ്റുള്ള എല്ലാ സൈറ്റിലും പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്ക് തന്നെ ഇടുന്നത്. പിന്നെ അതിൽ എനിക്ക് അറിയാവുന്നതായിട്ടും ചില ആൾക്കാർക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഞാൻ മാക്സിമം അതിൽ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ നല്ല അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതായത് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമാണ്. പിന്നെ ചില ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ് അടിക്കുന്നുണ്ട്. അപ്പം നെഗറ്റീവ് കമൻറ്റ് അടിക്കുന്നവർ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് സന്തോഷം. കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ് അടിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ എൻ്റെ വർക്ക് ഒരാൾ കമൻറ്റ് ഇട്ടതാട്ടോ, എൻ്റെ വർക്ക് വളരെ ഉടായിപ്പ് വർക്കാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു പുള്ളിക്കാരൻ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വർക്ക് ഉടായിപ്പാണോ അല്ലേ എന്ന് കാണുന്ന ആൾക്കാർ, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം. പിന്നെ ഓണറിന് നമ്മൾ ഇത് ശമ്പളത്തിന് ചെയ്യുന്നതാണ് ഈ വർക്ക്. അപ്പോൾ നമ്മളൊരു സൈറ്റിൽ പോയിട്ട് ശമ്പളത്തിനാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉടായിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് ഞങ്ങൾ അവിടെ വർക്ക് വിളിക്കില്ല. അവർ വേറെ ഉടായിപ്പ് ഇല്ലാത്ത ആൾക്കാരെ വിളിച്ച് ചെയ്യിക്കും. ഞങ്ങൾക്ക് ഡെയിലി അവിടെ വർക്ക് ചെയ്യാൻ അവർ ഞായറാഴ്ച ഞങ്ങൾ വന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളെ വർക്ക് ഉടായിപ്പല്ലാത്തത് കൊണ്ടാണ് അവരെ ഞങ്ങളെ വിളിച്ച് ചെയ്യുന്നത്. ഉടായിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരിടത്തുനിന്നും വർക്ക് കിട്ടത്തില്ല. അത് ആ കമൻറ്റ് അയച്ച ആ വ്യക്തി അത് മനസ്സിലാക്കണം. ആദ്യം അത് മനസ്സിലാക്കണം. പുള്ളിക്കാരൻ ഇനി ഇതുപോലത്തെ ഒരു വർക്ക്, അതായത് മേസ്ത്രി പണിക്കാരനാണോ എന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതാണ് സത്യം. പിന്നെ രണ്ടാമത് ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയും നിങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്തതിൻ്റെ ഇത് ട്യൂബ് ലൈറ്റ് കത്തിച്ച് നോക്കിയാൽ അറിയാമെന്ന് പറയും. ഒരുപാട് കുണ്ടും കുഴിയും കാണുമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അപ്പോൾ അതിന് അങ്ങനെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ട്യൂബ് ലൈറ്റ് കത്തിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ട്യൂബ് ലൈറ്റ് നമ്മൾ സാധാ ട്യൂബ് വെക്കുന്ന രീതിയിൽ വെച്ച് ചെക്ക് ചെയ്യണമെന്ന്. അത് ഞാൻ അവരുടെ അടുത്തും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ചിലപ്പോൾ അവർക്ക് അറിഞ്ഞാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ട്യൂബ് ലൈറ്റ് ചുമരിൽ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഈ കറണ്ടിയുടെ അങ്ങനെയുള്ള പാടുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിൽ കുണ്ടും കുഴിയൊന്നും അറിയാൻ പറ്റില്ല. കുണ്ടും കുഴി അറിയണമെങ്കിൽ നമ്മൾ ട്യൂബ് കത്തിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് മൊബൈൽ ഒന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് അതിൽ കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ വർക്ക് എന്ന് പറയുന്നത് ആര് ചെയ്താലും കുറ്റങ്ങൾ വരും. ഇപ്പം ഞാൻ എല്ലാം തികഞ്ഞ ഒരാൾ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ആര് ചെയ്താലും കുറ്റങ്ങൾ പറയും. പക്ഷെ ചെയ്യുന്ന പണി ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്, ഒരു ഉടായിപ്പും ഇല്ലാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കത് വിഷയമുള്ള കാര്യമല്ല. കാരണം പറയുന്നവർ പറയട്ടെ, അവർ പറഞ്ഞുകൊണ്ടിരിക്കും തോറും എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പം ഇന്ന് ഓണം ആയതുകൊണ്ട് ഇവിടെ ചെറിയ ഊഞ്ഞാൽ ആട്ടമൊക്കെ ഉണ്ട്.
അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് ഇതിനിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചെറിയൊരു ഊഞ്ഞാലാട്ടം കൊണ്ട് ഈ കൊച്ചു പിള്ളേർ ഊഞ്ഞാലാടത്തില്ലേ ഓണത്തിന്, അപ്പോൾ അതുപോലെയാണ് ഞങ്ങളിവിടെ ആടാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു കൊച്ചു കുട്ടിയുണ്ട്, ആ കുട്ടി എല്ലാം റെഡിയായി തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പം കിച്ചൻ്റെ നമുക്ക് സാധാരണ ഇതിപ്പം ഏകദേശം 9 അടി വീതി 10 അടി നീളമാണ് ഈ കിച്ചൻ. ഇപ്പം ഇതാണ് ഊഞ്ഞാലാട്ടം കേട്ടോ. ഇത് ഞങ്ങളെ ശംഭുവണ്ണനും നമ്മളെ വാപ്പിളി എന്ന് പറയുന്ന മാമനുമാണ്. അപ്പോൾ വാപ്പിളി മാമൻ, ആ മാമനാണ് കുഞ്ഞാണ് ഈ ഊഞ്ഞാലിരുന്ന് ആടുന്നത് കേട്ടോ. അപ്പോൾ ഓണം ആയതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് ഇരിക്കട്ടെ എന്ന് കരുതിയ ഊഞ്ഞാലാട്ടിയത്. കാരണം ഭയങ്കര കരച്ചിലായിരുന്നു ഊഞ്ഞാലാടണമെന്ന്, അതുകൊണ്ടാണ് ഊഞ്ഞാലാട്ടിച്ചത്. ആട്ടിച്ചിട്ട് വിചാരിച്ച് എന്തായാലും ഫ്രീ ടൈം അല്ലേ, നല്ല രീതിയിൽ ആടട്ടെ, ഓണമായിട്ട് ഇനി ഇത് ഇല്ല എന്നുള്ള ഒരു പരാതി വേണ്ടല്ലോ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഊഞ്ഞാലാട്ടം കൂടി എടുത്തിട്ടത്. കാരണം പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമാണ്, ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടാൻ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരുന്നപ്പം പുള്ളിക്കാരന് തല കറങ്ങി. അപ്പം തല കറങ്ങുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇറക്കി വിട്ടു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് മൊത്തം വർക്ക് ചെയ്ത മൊത്തം ഊഞ്ഞാലാടിയനെ. പിന്നെ നമ്മൾ ഈ ചുമര് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ 5-1 ഇട്ടിട്ട് പല ആൾക്കാരും പറയും നിങ്ങൾ തൂക്കട്ടയ്ക്ക് തൂക്കില്ലേ എന്ന് പറയും. നമ്മൾ തീർച്ചയായും നമ്മൾ തൂക്ക് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ തൂക്ക് കൊടുക്കും, ക്ലിയറായിട്ട് കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഡോറിൻ്റെ ഭാഗം ഈ കുത്തടിയൊക്കെ നമ്മൾ തൂക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് തൂക്കിയാണ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ഈ ബാക്ക് ചുവര് അങ്ങനെയൊക്കെയുള്ള സൈഡാണെങ്കിൽ തൂക്കില്ല. പിന്നെ ചില ആൾക്കാർ നമ്മൾ തലേ ദിവസം ഓട് വയ്ക്കും, അല്ലെങ്കിൽ തൂക്കി ടെയിൽ വയ്ക്കും. പക്ഷെ എന്തുകൊണ്ടും നല്ലൊരു കാര്യം അതാണ്. കാരണം നമ്മൾ ഈ തൂക്കിട്ടേക്ക് തൂക്കി അവിടെ ടെയിൽ വയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു കുറച്ച് സമയം മാത്രമേ വേസ്റ്റ് ആവത്തുള്ളൂ. പക്ഷെ അങ്ങനെ ടെയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഞങ്ങളിവിടെ ടെയിലല്ല വെച്ചിരിക്കുന്നത്, ഞങ്ങളിവിടെ തൂക്കിട്ടേക്ക് ഇതുപോലെ തൂക്കി തന്നെയാണ് എടുക്കുന്നത്. പിന്നെ കിച്ചൻ്റെ സ്ലാബിൽ നമ്മൾ 2 അടി ഹൈറ്റിന് നമ്മൾ വരച്ച് വിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെയിലൊട്ടിക്കേണ്ട ആ ഒരു ഇത് ആയതുകൊണ്ട് നമ്മൾ വരച്ച് വിടും. പിന്നെ ഇതിൽ മെയിനായിട്ട് ഞാൻ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചില ക്ലയൻ്റ് ഉണ്ട് വീട്ടുകാർ, അത് നമ്മളെ പോലുള്ള എല്ലാ പണിക്കാർക്കും ബാധിക്കുന്നതാണ്. ചില ഓണർ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അന്ന് വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്ന് തീരും, എപ്പോൾ തീരും എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണി അറിയാവുന്ന പണിക്കാർക്കാണ് നിങ്ങൾ വർക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവരവരെ വർക്ക് ചെയ്യും. നിങ്ങൾ അവരെ അങ്ങ് വർക്ക് ചെയ്യാൻ വിട്ടു കൊടുക്കണം. ഓരോ ദിവസവും വന്നിട്ട് ഇത് എത്ര ദിവസം കൊണ്ട് തീരും ഒരിക്കലും നിങ്ങൾ ചോദിക്കരുത്. കാരണം നിങ്ങൾ കാശ് മുടക്കുന്ന ആളാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് എന്ന് തീർച്ചയായിട്ടും അത് ഉള്ളതാണ്. പക്ഷേ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് നിങ്ങൾ വർക്ക് കൊടുത്തതെങ്കിൽ നിങ്ങളിങ്ങനെ പോയി പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ അത് ഉറപ്പായിട്ടും അവരുടെ വർക്ക് ചെയ്യും. കാരണം നമ്മൾ എന്ന് ചെയ്യും, എന്ന് തീരും എന്നൊക്കെ പറയുമ്പോഴല്ലോ ഈ ചെയ്തുകൊണ്ട് നിൽക്കുന്ന പണിക്കാരുടെ കൈ അങ്ങ് മടിക്കും. കാരണം അവരെ മനസ്സങ്ങ് മടിക്കും. അപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവരെ മടിപ്പിക്കരുത്. അവരുടെ വർക്ക് ചെയ്യും. ഇപ്പം ഞങ്ങൾ ഈ വർക്ക് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഓണർ ഇത്ര ഒരു പ്രായമുള്ളൊരു ആൻറ്റിയും ഒരു മോനുമാണ്. അവർ വന്ന് നമ്മുടെ അടുത്ത് എന്ന് തീരുമെന്നോ അങ്ങനെ ഒന്നും ചെയ്യും. കാരണം അവർക്ക് ഫസ്റ്റ് ദിവസം നമുക്ക് വർക്ക് തന്ന് നമ്മൾ വർക്ക് ചെയ്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യും, എങ്ങനെ ചെയ്ത് കൊടുക്കും എന്നവർക്ക് മനസ്സിലായി. അവർ ഭയങ്കര ഹാപ്പിയാണ്, ക്ലയൻറ്റ് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്ക് അത് എങ്ങനെ ആയിക്കോട്ടെ, ഏത് വർക്കും ആയിക്കോട്ടെ, ആത്മാർത്ഥമായിട്ട് സത്യസന്ധതയോടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഹാപ്പി ആയിരിക്കും, അവരും ഹാപ്പി ആയിരിക്കും. അവർ ഹാപ്പി ആകുമ്പോൾ വർക്ക് ചെയ്യുന്ന നമ്മൾ ഹാപ്പി ആയിരിക്കും. നമുക്ക് പിറ്റേ ദിവസം അവിടെ പോയി വർക്ക് ചെയ്യാൻ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ താമസിച്ച് പോയാലും നമുക്ക് പ്രശ്നം വരത്തില്ല, ഒരു വിഷമവും തോന്നത്തില്ല. കാരണം നമുക്ക് അത്രയും ചെയ്ത് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ പല ആൾക്കാരും ഒരുപാട് നെഗറ്റീവ് കമൻ്റ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നവർക്കൊന്നും ഈ വർക്കിനെ കുറിച്ച് അറിയത്തില്ല, ഈ വർക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല, കണ്ടിട്ടുള്ള ഇതേ ഉള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ ഒരു കിച്ചൺ ഫുള്ള് തേച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതേ കംപ്ലീറ്റും തേച്ചിട്ടില്ല കേട്ടോ, റാക്കുണ്ട്. ബാക്കി തട്ടും ഈ റാക്കിൻ്റെ മുകളിലത്തെ ചുമര്, അതുപോലെ തന്നെ ഈ റാക്കിൻ്റെ മുകളിലത്തെ 2 സൈഡിൽ ചുമരും തേച്ചു. ഒരു ജനൽ വരുന്നുണ്ട്, അപ്പോൾ ആ ജനൽ വരുന്ന സൈഡ് തേച്ചു. സെൻസറിൻ്റെ ഈ റാക്കിൻ്റെ അടിഭാഗം തേച്ചു. ഇവിടെ മുഴുവൻ വരച്ച് വിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ ഇത്രയും ടെയിലൊട്ടിക്കുന്ന ഭാഗമായിട്ടാണ് ഞങ്ങൾ വരച്ച് വിട്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയ ഒരു എക്സോസ് ഫാൻ വെക്കാനുണ്ടായിരുന്നു, ഒരു എക്സോസ് ഫാനും വെച്ചു. അതിൻ്റെ ഒരു പൈപ്പും വെച്ച് 8 ഇഞ്ചാണ്. അടുക്കള കിച്ചണിൽ എപ്പോഴും എക്സോസ് ഫാൻ വെക്കുമ്പോൾ 8 ഇഞ്ചിൻ്റെ പൈപ്പ് തന്നെ കൊടുക്കണം. ഇത് ഇത്രയും ഞങ്ങൾ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ദിവസത്തെ വർക്ക് വരില്ല ഇനി ഈ റൂമിനകത്ത്, കാരണം റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വർക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്ലാബിൻ്റെ അടി
അടിഭാഗം വരെ ഞങ്ങൾ തേച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മണി 5:10 5:10 തന്നെ ഞങ്ങൾ ഇത്രയും വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. ഒരു ഉടായിപ്പുമില്ല.